അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സൂറത്ത് ഇസ്രായേലിലെ ആശയങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായമായ സൂറത്ത് ഇസ്രാ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. 111 വചനങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. സൂറത്ത് ഇസ്രാ എന്ന് അറിയപ്പെടുമ്പോഴും മറ്റ് 2 പേരുകൾ കൂടി ഈ സൂറത്തിനുണ്ട്. സൂറത്ത് ബനു ഇസ്രായേൽ എന്നും സൂറത്ത് സുബ്ഹാന എന്നും ഇത് അറിയപ്പെടുന്നു. 1-ാമത്തെ ആയത്തിൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാപ്രയാണമായ ഇസ്രാഇനെ കുറിച്ച് പരാമർശിക്കുന്നത് കൊണ്ടാണ് സൂറത്ത് ഇസ്രാ എന്നറിയപ്പെടുന്നത്. ബനു ഇസ്രായേൽ സമുദായത്തിൻ്റെ ചരിത്ര കഥകൾ പലതും വിശദീകരിക്കുന്നത് കൊണ്ട് ഇതിനെ സൂറത്ത് ബനു ഇസ്രായേൽ എന്നും, സുബ്ഹാന എന്ന പദം കൊണ്ട് അഥവാ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന വചനം കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തായതിനാൽ സൂറത്ത് സുബ്ഹാന എന്നും ഇത് അറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാത്രിയും ഈ അധ്യായം പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. ഇസ്രാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാപ്രയാണം, അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. മക്കയിൽ നിന്ന് ഒരു രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാപ്രയാണം. അവിടെ നിന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശാരോഹണം നടത്തുകയും മിഅ്റാജ് നടത്തുകയും തിരിച്ച് രാത്രി തന്നെ മക്കയിൽ മസ്ജിദുൽ ഹറമിൻ്റെ പരിസരത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചെത്തുകയും ചെയ്ത സംഭവമാണ് ഇസ്രാ മിഅ്റാജ് യാത്രകൾ. 2-ാമത്തെ വചനം മുതൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഇസ്രായേലിയർക്ക് അള്ളാഹു വേദഗ്രന്ഥം നൽകുകയും പ്രവാചകന്മാരിലൂടെ ദിവ്യ സന്ദേശങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടും ആ വേദഗ്രന്ഥത്തെയൊക്കെ മറികടന്നുകൊണ്ട് അവർ അഴിമതിക്കാരും അധാർമികളുമായപ്പോൾ 2 തവണ അള്ളാഹു അവരെ പരീക്ഷിച്ച കാര്യം ഈ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അവതരണ ലക്ഷ്യം വിശദീകരിക്കുകയാണ് ഈ അധ്യായത്തിലെ മറ്റൊരു കാര്യം. ജനങ്ങളെ നേർമാർഗത്തിലേക്ക് എത്തിക്കലും ആ നേർമാർഗം പിന്തുടരുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കലും ആ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന താക്കീത് നൽകലും, ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആന്റെ അവതരണ ലക്ഷ്യം. മനുഷ്യർ നേർമാർഗം പ്രാപിക്കാൻ അള്ളാഹു അടിക്കടി ഖുർആനിലൂടെ അവരെ ഉത്ബോധിപ്പിക്കുമ്പോഴും ഓരോരുത്തരും അവരവർക്ക് വേണമെങ്കിൽ അത് സ്വീകരിച്ചാൽ മതി എന്ന സന്ദേശം കൂടി റബ്ബ് നൽകുന്നുണ്ട്. അവർ നേർമാർഗത്തിലാവുകയാണെങ്കിൽ അവർക്കാണ് നല്ലത്. അവർ ദുർമാർഗത്തിലാവുകയാണെങ്കിൽ, ഈ നേർമാർഗം വിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ കുറവും അവർക്ക് തന്നെയാണ്. ഒരാളുടെയും പാപഭാരം താങ്ങാനുണ്ടാവുകയില്ല. അവർ ഹിദായത്തിലായാലും കുഫറിലായാലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്ന സന്ദേശം കൂടി അള്ളാഹു ഇതിലൂടെ നൽകുന്നു. മനുഷ്യരുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തായിരിക്കണമെന്ന് ഈ അധ്യായത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ദുനിയാവ് ആഗ്രഹിക്കുന്നവർക്ക് അവർ എത്രമാത്രം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താലും എന്താണോ ഈ ദുനിയാവിൽ അവർക്ക് നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചത് അത് മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. പരലോകത്താകട്ടെ അവർക്ക് കഠിനമായ ശിക്ഷയാണ് വരാൻ പോകുന്നത്. എന്നാൽ ആരെങ്കിലും പരലോകം ആഗ്രഹിക്കുകയും ആ പരലോകത്തേക്ക് വേണ്ട അധ്വാനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നന്ദിയോടുകൂടി അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അതിന് പ്രതിഫലമായി അവർക്ക് സ്വർഗം നൽകുകയും ചെയ്യുമെന്ന് ഈ അധ്യായത്തിൽ അള്ളാഹു അറിയിക്കുന്നു. മാതാപിതാക്കളെ കുറിച്ചുള്ള ഉപദേശമാണ് ഈ അധ്യായത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞെടുത്ത് അതിനോട് ചേർത്ത് പറയുകയാണ്, നിങ്ങൾ മാതാപിതാക്കളോട് മാന്യമായി ഇടപഴകണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കളെ പരിഗണിക്കുകയും പരിചരിക്കുകയും ചെയ്യേണ്ടത് മക്കളുടെ നിർബന്ധ ബാധ്യതയായി പറയുമ്പോഴും അതിലേറ്റവും കൂടുതൽ പരിചരണം നൽകേണ്ടത്
അവർ പ്രായമാകുമ്പോഴാണ് എന്ന് കൂടി അള്ളാഹു പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ അങ്ങേയറ്റം ദുർബലനാകുന്ന അവസ്ഥയാണ് വാർദ്ധക്യം ബാധിക്കുക എന്നുള്ളത്. ആ ഘട്ടത്തിലാണ് മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണനയും പരിചരണവും നൽകേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. അവിടെ എത്രത്തോളം അവർക്ക് അവരുടെ മുമ്പിൽ താഴ്ന്ന് വിനയാന്വിതരായി അവർക്ക് സേവനം ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ചെയ്യണം. അതിന് അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം തന്നെ നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക എന്നാണ്. ഇനി എത്രത്തോളം ഒരു മനുഷ്യൻ തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്താലും അവർ ഇങ്ങോട്ട് ചെയ്ത നന്മകൾക്ക് പകരമാവുകയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നന്മ ചെയ്യുന്നതോടൊപ്പം അവരോട് കാരുണ്യത്തിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി നിരന്തരമായ പ്രാർത്ഥന കൂടി ഉണ്ടാകണം എന്നുകൂടി ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ അടുത്ത ബന്ധുക്കൾക്കും സാധുക്കൾക്കും വഴിപോക്കർക്കും നന്മ ചെയ്യാൻ വേണ്ടി പറയുന്നു. അവർക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനോപാധി ലഭിക്കുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കാൻ പറയുന്ന സന്ദർഭത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൂർത്തടിക്കാൻ ദുർവ്യയം ചെയ്യാനോ പാടില്ല. ദാനധർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പോലും ദുർവ്യയത്തെക്കുറിച്ച് താക്കീത് നൽകുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ദുർവ്യയങ്ങളെക്കുറിച്ച് എത്ര ഗൗരവത്തോടെയാണ് നാം ചിന്തിക്കേണ്ടത് എന്ന് നോക്കുക. ദുർവ്യയത്തെക്കുറിച്ച് പറയുന്ന അതേ രൂപത്തിൽ തന്നെ നിരുത്സാഹപ്പെടുത്തുന്നതും ചെയ്യരുത് എന്ന് പറയുന്ന കാര്യമാണ് പിശുക്ക്. പിശുക്കില്ലാത്ത ദുർവ്യയമില്ലാത്ത ഒരു മിതമായ രീതിയാണ് ഒരു വിശ്വാസിയുടെ ക്രയവിക്രയങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വേണ്ടത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. തുടർന്ന് വൻ പാപങ്ങളെക്കുറിച്ച് താക്കീത് നൽകുന്നുണ്ട്. ശിശുഹത്യയും വ്യഭിചാരവും മനുഷ്യവധവും അനാഥകളുടെ സ്വത്ത് അന്യായമായി കവർന്നെടുക്കലും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തലുമെല്ലാം അള്ളാഹു വിലക്കിയ വലിയ പാപങ്ങളാണ്. അവയിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ വേണ്ടിയുള്ള പ്രേരണ. അതൊന്നും ചെയ്യാത്തവരാണ് ഒരു വിശ്വാസി എന്ന രീതിയിലേക്ക് വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കേണ്ടതാണ് എന്നുള്ള സൂചനയാണ് നൽകുന്നത്. അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന് ആരോപിക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് പറയുന്ന അവരോട് അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾ ആൺകുട്ടികളെ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും പെൺകുട്ടികളെ അള്ളാഹുവിന് നൽകുകയുമാണോ എന്ന് അവരെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം കൂടി അള്ളാഹു ഈ സൂറത്തിൽ ചോദിക്കുന്നുണ്ട്. പുനർജന്മത്തെക്കുറിച്ച് തങ്ങൾ എല്ലുകളും തുരുമ്പുകളുമൊക്കെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കപ്പെടുമോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളോട് നിങ്ങൾ കല്ലോ ഇരുമ്പോ എന്തെങ്കിലും ആയിക്കോളെ, എന്തായിരുന്നാലും ശരി, നിങ്ങളെ ആദ്യമായി സൃഷ്ടിക്കാൻ സാധിക്കുന്ന അള്ളാഹുവിന്, ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന്, മണ്ണിൽ നിന്ന്, വെള്ളത്തിൽ നിന്നും ഒക്കെ നിങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ച അള്ളാഹുവിന് നിങ്ങളുടെ എല്ലുകളിൽ നിന്ന്, നിങ്ങളുടെ തുരുമ്പുകളിൽ നിന്ന്, നിങ്ങളുടെ ശരീരാവശിഷ്ടങ്ങളിൽ നിന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല എന്നുകൂടി അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്.